ഹായ്, വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KTU മൊഡ്യൂൾ 1 ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിൻ്റെ ബേസിക് പാർട്ടാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്? വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ഇലക്ട്രിസിറ്റി ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ആർ റിലേറ്റഡ്. ഇറ്റ് ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അക്രോസ് എ സൊല്യൂഷൻ ഇലക്ട്രോഡ് ഇന്റർഫേസ്. ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രിസിറ്റി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇലക്ട്രിസിറ്റിയും കെമിക്കൽ റിയാക്ഷൻസുമായിട്ടുള്ള ആ ഒരു റിലേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്? ഇലക്ട്രിസിറ്റി ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി വഴി കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു ചേഞ്ച് അനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ചേഞ്ചുകൾ അനുസരിച്ച് രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ടെന്ന് പറയാം. ദേ ആർ ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഗാൽവാനിക് സെൽ. ഓക്കെ, ഇലക്ട്രോലിറ്റിക് സെല്ലും ഉണ്ട്, ഗാൽവാനിക് സെല്ലും ഉണ്ട്. ഗാൽവാനിക് സെല്ലിന് വോൾട്ടേജ് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെൽ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി വേണം. അതിൽ നിന്ന് നമ്മൾ കെമിക്കൽ എനർജി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്ത് വേണം? ഒരു EMF വേണം. ദെൻ ഇവിടെ ആനോഡ് പോസിറ്റീവ് ആണ്, കാഥോഡ് നെഗറ്റീവ് ആണ്. നെക്സ്റ്റ് ഈസ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ ഇപ്പോൾ എന്താ ചെയ്യുക? രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോലിറ്റിക് സെല്ല് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഗാൽവാനിക് സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആനോഡിന്റെയും കാഥോഡിന്റെയും ചാർജിലാണ് ഒരു വ്യത്യാസം ഉള്ളത്. ഇവിടെ ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇക്കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഗാൽവാനിക് സെല്ലിലും ഇലക്ട്രോലിറ്റിക് സെല്ലിലും ആനോഡിന്റെയും കാഥോഡിന്റെയും ചാർജിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്കറിയാം ആനയോണിന്റെ ചാർജ് എന്താ? ആനയോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആനയോൺ എന്ന് പറയുന്നത് അയോൺ ആണല്ലേ. ആനയോണിന്റെ ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണാണോ നെഗറ്റീവ് ചാർജ്ഡ് അയോണാണോ നമ്മൾ ആനയോൺ എന്ന് പറയുന്നത്? ആനയോൺ ഇസ് നെഗറ്റീവ് അല്ലേ. ആനയോൺ നെഗറ്റീവ് ആണ്. അപ്പൊ ആനയോൺ ഓർക്കുമ്പോൾ ആനയെ ഓർത്താൽ മതി, അങ്ങനെ പറയാറുണ്ട് അല്ലേ. ആനയെ കാണുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ? നിങ്ങൾ എന്താവും അറിയില്ല, എന്തായാലും ആനയെ കണ്ടാൽ ഞാൻ നെഗറ്റീവ് ആവും, നമ്മൾ ഓടും അല്ലേ. അപ്പൊ ആനയെ കണ്ടാൽ നെഗറ്റീവ് ആണ് അല്ലേ. ആനയോൺ നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ ആനോഡ് പോസിറ്റീവ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആനയോൺ നെഗറ്റീവ് ആണ്, ആനോഡ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അത് ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ മാത്രമാണ്. അവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആ കേസിൽ മാത്രം ആനോഡ് നെഗറ്റീവ് ആണ്. ബാക്കി എല്ലാ കേസിലും ആനോഡ് നമ്മൾ നോർമലി ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ്. അങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കാറുള്ളത്. എന്താ പ്രത്യേകത? ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ മാത്രം ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡാണ് പോസിറ്റീവ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഗാൽവാനിക് സെൽ ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ മാത്രം ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ്. ഈ ഒരു ചാർജിന്റെ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. അപ്പൊ ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ EMF ആവശ്യമുണ്ട്, ഗാൽവാനിക് സെല്ലിൽ EMF പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ്. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ്. ഇനി എക്സാമ്പിൾ, ഒരു ഫോൺ ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ഫോണിന് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു ഇലക്ട്രോലിറ്റിക് സെല്ലാന്ന് പറയും. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ഇലക്ട്രോലിറ്റിക് സെല്ലാന്ന് പറയാം. ഇനി ഇത് ചാർജിങ്ങിലൊന്നും കണക്ട് ചെയ്യാത്ത സമയത്ത് അപ്പോൾ ഈ ഫോൺ എങ്ങനെയാ? ദാറ്റ് സ്റ്റോർഡ് എനർജി ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലായിട്ടാണ് ആ സ്റ്റോർഡ് എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ രണ്ട് ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. ചാർജ് ചെയ്യാത്ത സമയത്ത് എന്തായി പ്രവർത്തിക്കുന്നു? ഒരു വോൾട്ടേജ് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഗാൽവാനിക് സെല്ലിന്റെ എക്സാമ്പിൾസ് ആണ് ലിഥിയം അയൺ ബാറ്ററീസ്, ഇലക്ട്രോണിക് ഡിവൈസസിൽ, സെൽഫോൺസിൽ, റീചാർജബിൾ നിക്കൽ കാഡ്മിയം ബാറ്ററീസിൽ, ലെഡ് ആസിഡ് ബാറ്ററീസിലൊക്കെ ഉള്ള ഗാൽവാനിക് സെല്ലാണ്. അതായത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇത്തരം ഗാൽവാനിക് സെല്ലിൽ. ഇനി ഡാനിയൽ സെല്ല് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആണ് അല്ലേ. ഡാനിയൽ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡാനിയൽ സെല്ലിൽ എന്തൊക്കെയാണ് ഉള്ളത്? സിങ്കും കോപ്പറും ആണുള്ളത്. സിങ്കും കോപ്പറും. അപ്പൊ സിങ്ക് റോഡ് ഇവിടെ ഇതിന്റെ
ഫിഗർ കൊടുത്തിട്ടുണ്ട്. സിങ്കിന്റെ ഒരു റോഡ് ഉണ്ട്, സിങ്ക് മെറ്റലിന്റെ ഒരു പീസ് ഉണ്ട്. അത് നമ്മൾ സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. സിങ്കിന്റെ തന്നെ അയോൺസ് ഉള്ള സൊല്യൂഷനിൽ നമ്മൾ സിങ്കിന്റെ മെറ്റൽ റോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ കോപ്പർ റോഡ്, കോപ്പറിന്റെ തന്നെ സൊല്യൂഷൻ ഉള്ള ഒരു കോപ്പർ സൾഫേറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ ഈ ഇലക്ട്രോഡുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്റേണലി നമ്മൾ എന്താ ഒരു സോൾട്ട് ബ്രിഡ്ജ് വഴി ഈ സൊല്യൂഷനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡാനിയൽ സെല്ലിലുള്ളത്. സിങ്ക് ആക്ട് ആസ് ആനോഡ് ആൻഡ് കോപ്പർ ആക്ട് ആസ് കാഥോഡ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? സിങ്ക് ആറ്റം ലോസ് ഇലക്ട്രോൺസ് അറ്റ് ആനോഡ് വിച്ച് ട്രാവൽസ് ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട് ടു കോപ്പർ കാഥോഡ്. കോപ്പർ അയോൺസ് ഗെയിൻ ഇലക്ട്രോൺസ് ആൻഡ് ഡെപ്പോസിറ്റ് ആസ് സോളിഡ് കോപ്പർ. അപ്പോൾ ഇവിടെയുള്ള സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് റോഡിൽ സിങ്ക് മെറ്റലാണ് ഉണ്ടായിരുന്നത്. ആ സിങ്ക് മെറ്റല് ഇലക്ട്രോൺസിനെ കൊടുത്ത് സിങ്ക് 2+ ആയിട്ട് മാറും. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്ക് എന്തായിട്ട് മാറും? ഇലക്ട്രോൺസിനെയൊക്കെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ ആയിട്ട് മാറും. സിങ്ക് എപ്പോഴും 2+ ആയി മാറുന്ന എപ്പോഴാ? ഒരു ആറ്റം 2+ അയോൺസ് ആയിട്ട് മാറുന്ന എപ്പോഴാണ്? അതിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസ് കൊടുത്തു കഴിയുമ്പോഴാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നവരെ നമ്മൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കാണുന്നത്? നമ്മളവരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അല്ലേ? നമുക്കൊരു സാധനം തരുന്നവരെ നമ്മൾ വലിയ പോസിറ്റീവായിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്. അതുപോലെ സിങ്ക് കോപ്പറിന് ഇലക്ട്രോൺ കൊടുത്തപ്പോൾ സിങ്ക് എന്തായി? സിങ്ക് പോസിറ്റീവായിട്ടുള്ള 2+ അയോൺസ് ആയിട്ട് മാറി. ഇനി അപ്പൊ സിങ്ക് മെറ്റലിൽ ഉണ്ടായിരുന്ന സിങ്ക് ഇലക്ട്രോൺസിനെ കൊടുത്തു, സിങ്ക് 2+ ആയിട്ട് മാറി, ഈ സൊല്യൂഷനകത്തേക്ക് പോയി. അപ്പൊ സിങ്ക് കൊടുത്ത ഇലക്ട്രോൺസ് എല്ലാം എവിടെയുണ്ട്? നമ്മുടെ ഈ സിങ്ക് റോഡിലുണ്ട് അല്ലെ? ഈ മെറ്റൽ റോഡിലുണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഈ ഇലക്ട്രോൺസ് ഫുൾ വരുമ്പോൾ മെറ്റൽ റോഡിന് എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. ഈ ഇലക്ട്രോൺസ് ഈ ഒരു സർക്യൂട്ട് വഴി കോപ്പർ റോഡിലെത്തുന്നു. ഇനി ഈ കോപ്പറിന്റെ സൊല്യൂഷനകത്ത് ഇപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നെങ്കിൽ അവിടെ എന്തൊക്കെയുള്ള? CuSO4, Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്. അപ്പൊ Cu2+ നമ്മുടെ സൊല്യൂഷനകത്തുണ്ട്. ഈ Cu2+ എന്ത് ചെയ്യും? Cu2+ സൊല്യൂഷനിൽ നിന്ന് കോപ്പറിലേക്ക് വരും. അപ്പൊ കോപ്പറിൽ എത്തിയിരിക്കുന്ന ഇലക്ട്രോണുകളെ കോപ്പർ 2+ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോപ്പർ ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കോപ്പർ 2+ എവിടെന്നാ വരുന്നത്? മെറ്റൽ റോഡിലുള്ളത് കോപ്പർ മെറ്റൽ തന്നെയാണ്. കോപ്പർ 2+ വരുന്നത് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആ സൊല്യൂഷനകത്തുള്ള കോപ്പർ 2+ ഇലക്ട്രോണിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ മെറ്റലായിട്ട് മാറുന്നു. ദെൻ അതെവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഈ കോപ്പർ റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ കുറച്ചധികം സമയം ഈ ഒരു പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കോപ്പർ മുഴുവൻ ഈ കോപ്പർ റോഡിന് ചുറ്റും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സിങ്ക് മെറ്റൽ ആണെങ്കിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് എല്ലാം കൊടുത്ത് സിങ്ക് 2+ ആയിട്ട് താഴേക്ക് പോകും. അതായത് ഈ ഒരു മെറ്റലിന്റെ ഒരു അളവ് കുറഞ്ഞു വരും. കോപ്പർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഒരു റോഡ് വലുതാവുകയും ചെയ്യും. ഇതാണ് ഡാനിയൽ സെല്ലിൽ സംഭവിക്കുന്നത്. ഡാനിയൽ സെല്ലിന് എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആണ്. ഈ രീതിയിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാവും. എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണല്ലോ കറണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡാനിയൽ സെൽ ഉപയോഗിക്കാം. സൊല്യൂഷൻസ് തമ്മിൽ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഓരോ ഹാഫ് സെല്ലിന്റെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഹാഫ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഹാഫ് സെല്ലാണ്. ഒരു മെറ്റൽ അതിന്റെ സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ കോപ്പറിന്റെ സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു ഹാഫ് സെല്ലാണ്. അപ്പൊ ഈ ഹാഫ് സെല്ലുകൾ തമ്മിലൊരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ്. അതുപോലെ ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് അത് തടയും. അതുപോലെ ഇന്റർഫിയറിംഗ് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവ ഡിഫ്യൂഷൻ നടത്തുന്ന തടയും. ഇവിടെ അയോൺസ് ഉണ്ട്, ഇവിടെ അയോൺസ് ഉണ്ട്. പക്ഷെ ഈ ഒരു അയോൺസ് തമ്മിൽ ഡിഫ്യൂഷനോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അതിനെ തടയാൻ വേണ്ടി നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമ്മളൊരു മെറ്റൽ റോഡ് അതിന്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇത് തമ്മിൽ കണക്റ്റും ചെയ്തിട്ടില്ല. ഇതൊരു ഹാഫ് സെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏത് ഒരു മെറ്റൽ എടുക്കുന്നു, അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇനി എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാനുള്ള അതിന്റെ ആ ഇലക്ട്രോഡിന്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു മെറ്റൽ റോഡ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അതായത് മെറ്റൽ റോഡ് മെറ്റൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും അല്ലെ? ഈ ട്രാൻസ്ഫർ രണ്ട് രീതിയിൽ നടക്കാം. ഒന്നുകിൽ എന്ത് സംഭവിക്കാം? ഇലക്ട്രോൺസ് മെറ്റൽ ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലേക്ക് ട്രാവൽ ചെയ്യാം. എവിടെ നിന്ന് എങ്ങോട്ടാണ്? സിങ്കിൽ നിന്ന് സിങ്ക് 2+ലേക്ക് ഇലക്ട്രോൺസ് കൊടുക്കാം അല്ലെ? അപ്പോൾ ഇലക്ട്രോൺസ് മെറ്റൽ ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഇലക്ട്രോൺസ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ നിന്ന് മെറ്റൽ ഇലക്ട്രോഡിലേക്ക് വരാം. ഇലക്ട്രോൺസ് നമ്മുടെ സൊല്യൂഷനിലുള്ള ഇലക്ട്രോൺസ് മെറ്റൽ റോഡിലേക്ക് വരാം. ഈ രണ്ട് രീതിയിലും ഇലക്ട്രോൺസിന്റെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും. ഇനി
മെറ്റൽ റോഡിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ മെറ്റൽ റോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രീ അയോൺസിനെ സൊല്യൂഷനിൽ നിന്ന് അട്രാക്ട് ചെയ്യും. ഇനി മെറ്റൽ റോഡിന് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നതെങ്കിലോ അപ്പോൾ അത് പോസിറ്റീവ് ചാർജുള്ള ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ സൊല്യൂഷനിൽ നിന്ന് അട്രാക്ട് ചെയ്യും. ഓക്കെ, അതായത് മെറ്റൽ റോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നെങ്കിൽ എന്ത് സംഭവിക്കും? പോസിറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്യും. ഇനി പോസിറ്റീവ് ചാർജ് ആണ് മെറ്റൽ റോഡിന് കിട്ടുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അവര് നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ സൊല്യൂഷനിൽ നിന്ന് അട്രാക്ട് ചെയ്യും. എന്തായാലും അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജുകൾ വരുന്നുണ്ട് അല്ലേ? നെഗറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്തു. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്തു. എന്തായാലും അവിടെ രണ്ട് ചാർജുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? As a result, layer of both positive and negative charge is produced on the metal rod. This will lead to development of a potential and is called electrode potential. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ മെറ്റൽ റോഡിൽ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. ആ പൊട്ടൻഷ്യലാണ് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നുകിൽ മെറ്റൽ റോഡിൽ നിന്ന് ഇലക്ട്രോൺ സൊല്യൂഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രോൺ മെറ്റൽ റോഡിലേക്ക് വരാം. ഇത് രണ്ടിൽ ഏത് നടന്നാലും മെറ്റൽ റോഡിന് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിനെ മെറ്റൽ റോഡിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ അവ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ അവിടെ വന്നു. അപ്പോൾ ഇനി നമ്മുടെ മെറ്റൽ റോഡിന് പോസിറ്റീവ് ചാർജ് ആണുള്ളതെങ്കിൽ അവർ എന്ത് ചെയ്യും? നെഗറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്യും. എങ്ങനെയാണെങ്കിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് നമ്മുടെ റോഡിനടുത്തുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദെൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുക ചെയ്യുന്നത് അല്ലേ? ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, അവരാണ് ഓക്സിഡേഷൻ നടക്കുന്നവര്. അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ഒരു ഇലക്ട്രോഡിന്റെ ടെൻഡൻസിയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ അയോൺസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഗാൽവാനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. അതിൽ ആനോഡിന്റെയും കാഥോഡിന്റെയും ചാർജിനുണ്ടാവുന്ന വ്യത്യാസം, അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സുകളുടെ വ്യത്യാസം. അതുപോലെ ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡാനിയൽ സെല്ല്. അവിടെ ആനോഡ് നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ്. സിങ്കും കോപ്പറും ആണ് ഗാൽവാനിക് സെല്ലിലുള്ളത്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു. രണ്ട് ഇലക്ട്രോഡുകളും തമ്മിൽ ഒരു സർക്യൂട്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ട് സൊല്യൂഷൻസും തമ്മിൽ സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. സിങ്ക് ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് പോകുന്നു. ആ ഇലക്ട്രോൺസ് നമ്മുടെ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇവർ ആനോഡ് ആവുന്നു. ദെൻ കോപ്പറിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഇവർ കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണ് കാഥോഡിലേക്ക് വരുന്നു. ഇലക്ട്രോൺസിനെ CuSO4 സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ റോഡിൽ വന്ന് കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ. സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് സിങ്ക് 2++ കോപ്പർ. ദെൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്സിഡേഷൻ ടെൻഡൻസി ആണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, റിഡക്ഷൻ ടെൻഡൻസി ആണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ.